ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിലെ കോർപ്പറേറ്റ് നികുതിദായകർ കോർപ്പറേറ്റ് നികുതിയിൽ രജിസ്റ്റർ ചെയ്യാനും ഭരണപരമായ പിഴകൾ ഒഴിവാക്കാൻ നിയമപരമായ സമയപരിധിക്കുള്ളിൽ റിട്ടേണുകൾ സമർപ്പിക്കാനും ഫെഡറൽ ടാക്സ് അതോറിറ്റി അഭ്യർത്ഥിച്ചു. സ്ഥാപനങ്ങൾ അവരുടെ ആദ്യ നികുതി കാലയളവ് അവസാനിച്ച് 7 മാസത്തിനുള്ളിൽ കോർപ്പറേറ്റ് നികുതി രജിസ്ട്രേഷൻ സമർപ്പിക്കുകയും ആദ്യത്തെ നികുതി റിട്ടേൺ അല്ലെങ്കിൽ വാർഷിക പ്രഖ്യാപനം സമർപ്പിക്കുകയും വേണം. അവസാന തീയതി പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പോ ശേഷമോ എന്നത് പരിഗണിക്കാതെയാകണം ഇത്. വൈകിയുള്ള രജിസ്ട്രേഷൻ പിഴകളിൽ നിന്നുള്ള ഇളവ് ആദ്യ നികുതി കാലയളവിലേക്ക് മാത്രമേ ബാധകമാകൂ എന്ന് FTA വ്യക്തമാക്കി. ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് പ്രവർത്തനങ്ങളിൽ ഗ്രീൻ ചാർജർ സംരംഭം 23.6% വർധനവ് രേഖപ്പെടുത്തിയതായി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ MDയും CEOയുമായ സൗദ് മുഹമ്മദ് അൽ തായർ വ്യക്തമാക്കി. 2015 മുതൽ 2025 ആദ്യപാദം വരെ ദിവയുടെ ഗ്രീൻ ചാർജർ സംരംഭത്തിലൂടെ ദുബൈയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായി 39,159 മെഗാവാട്ട് മണിക്കൂറിലധികം വൈദ്യുതി നൽകിയിട്ടുണ്ട്. ഹിജ്റ വർഷാരംഭത്തിന്റെ ഭാഗമായി ജൂൺ 26 പൊതുമേഖലയ്ക്ക് ഒരു ദിവസത്തെ അവധി പ്രഖ്യാപിച്ചതായി കുവൈറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ജൂൺ 26 അവധിയായിരിക്കും. അവധിക്ക് ശേഷം ജൂൺ 29 ഞായറാഴ്ച മുതൽ സാധാരണ ജോലി സമയം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയുടെ പതിവ് പ്രതിവാര യോഗത്തിലാണ് ഈ തീരുമാനം. ഇസ്ലാമിക പുതുവത്സരാഘോഷ വേളയിൽ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ്, കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമ്മദ് അൽ സബാഹ്, കുവൈറ്റ് ജനത എന്നിവർക്ക് മന്ത്രിസഭ ആശംസകളും അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ റേഡിയേഷൻ അളവ് സാധാരണ പരിധിക്കുള്ളിൽ തന്നെയാണെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ ജനറൽ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. എല്ലാ GCC രാജ്യങ്ങളിലെയും പരിസ്ഥിതി റേഡിയേഷൻ സൂചകങ്ങൾ സുരക്ഷിതവും അനുവദനീയവുമായ സാങ്കേതിക അളവിലുമാണ് നിലവിലുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മേഖലയുടെ അംഗീകൃത തയ്യാറെടുപ്പ് പ്രതികരണ പദ്ധതികളുടെ ഭാഗവും GCC അംഗരാജ്യങ്ങൾക്കിടയിൽ കൂട്ടായ ഏകോപനം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ നിരീക്ഷണം, മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ അംഗരാജ്യങ്ങളിലെ ബന്ധപ്പെട്ട അതോറിറ്റികളുമായി ഏകോപിപ്പിച്ചാണ് പ്രവർത്തനമെന്നും GCC സെക്രട്ടേറിയറ്റ് കൂട്ടിച്ചേർത്തു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം തീവ്രമായിരിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലുടനീളം ആണവ സുരക്ഷയിലെ അപകട സാധ്യതകൾ സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നതോടെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ റേഡിയേഷൻ തോത് ജാഗ്രതയോടെ അധികൃതർ നിരീക്ഷിക്കുന്നത്. സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കി കൂടുതൽ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ എയർ ഇന്ത്യയോടും എയർ ഇന്ത്യ എക്സ്പ്രസിനോടും DGCA നിർദ്ദേശിച്ചു. എയർ ഇന്ത്യയുടെ ബോയിംഗ് നിർമ്മിത 787 ശ്രേണിയിലെ വിമാനങ്ങളിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല. എയർ ഇന്ത്യ ഉപയോഗിക്കുന്ന 33 വിമാനങ്ങളിൽ 24 എണ്ണത്തിൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. യാത്രാ തടസ്സങ്ങൾ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണമെന്നും DGCA നിർദ്ദേശിച്ചു. സലാലയിൽ ഇന്ത്യൻ എംബസി കോൺസുലർ ക്യാമ്പ് നാളെ നടക്കും. കോൺസുലർ കമ്മ്യൂണിറ്റി വെൽഫെയർ, പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാകും ക്യാമ്പിൽ ലഭ്യമാകുക എന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു. സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പരിസരത്ത് 20-ാം തീയതി രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്യാമ്പ്. സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ ക്യാമ്പിൽ കോൺസുലർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം. ക്യാമ്പിൽ ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കാം. അന്വേഷണങ്ങൾക്കായി എംബസി ഹെൽപ്പ് ലൈൻ നമ്പറായ 98282270 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല നമ്പർ 91491027 അല്ലെങ്കിൽ 23235600 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിരുപാധികം കീഴടങ്ങണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാനഈ തള്ളി.
US സൈനിക നടപടി ഉണ്ടായാൽ പരിഹരിക്കാനാകാത്ത നഷ്ടമുണ്ടാകുമെന്നും ഖാനയി വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസ്താവനയിലാണ് ഖാനയുടെ മുന്നറിയിപ്പ്. ഇസ്രായേലുമായി സംഘർഷം തുടങ്ങിയതിനു ശേഷം രണ്ടാം തവണയാണ് പൊതു പ്രസ്താവന നടത്തുന്നത്. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ നേരിട്ട് ഇടപെട്ടാൽ കനത്ത മറുപടി അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്നായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. ഒമാനിൽ പുതുതായി ചുമതലയേൽക്കുന്ന 3 രാജ്യങ്ങളുടെ അംബാസിഡർമാർ തങ്ങളുടെ യോഗ്യതാ പത്രങ്ങൾ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന് കൈമാറി. അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ ചൈനയുടെ അംബാസിഡർ ലിയു ജിയാൻ, സെനഗലിന്റെ ഇബ്രാഹിം എസെക്, UAEയുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂം ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരാണ് സുൽത്താന് അംഗീകാര പത്രങ്ങൾ കൈമാറിയത്. അംബാസിഡർമാർ തങ്ങളുടെ രാജ്യങ്ങളിലെ നേതാക്കളുടെ ആശംസകൾ സുൽത്താനും കൈമാറി. തങ്ങളുടെ രാജ്യങ്ങളുടെയും സുൽത്താനേറ്റിന്റെയും പൊതു താൽപ്പര്യങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ ദൗത്യപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. പരസ്പര താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി എല്ലാ മേഖലകളിലും സഹകരണം, പങ്കാളിത്തം, നിക്ഷേപം എന്നിവയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള താൽപ്പര്യവും എടുത്തു പറഞ്ഞു. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ, ഇറാഖ്, അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ മാസം 30 വരെയാണ് സർവീസുകൾ റദ്ദാക്കിയതെന്ന് സലാമേർ അറിയിച്ചു. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാനാകില്ലെന്നും എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ യാത്രക്കാരും അവരുടെ വിമാനങ്ങളെക്കുറിച്ചുള്ള സമയബന്ധിതമായ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി സലാമേർ വെബ്സൈറ്റിലെ മാനേജ് ബുക്കിംഗ് വഴി അവരുടെ കോൺടാക്റ്റ് വിശദാംശങ്ങൾ ഉറപ്പുവരുത്തണം. മേഖലയിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സാധ്യമാകുന്ന ഘട്ടത്തിൽ വിമാനങ്ങൾ പുനരാരംഭിക്കുമെന്നും എയർലൈൻ അധികൃതർ കൂട്ടിച്ചേർത്തു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ നിന്നും കൂടുതൽ ഒമാനി പൗരന്മാരെ തിരിച്ചെത്തിച്ചു. 123 പേരെയാണ് കഴിഞ്ഞ ദിവസം മസ്കറ്റിലെത്തിച്ചത്. തുർക്കി ഇറാൻ അതിർത്തികളിലേക്ക് ബസ് മാർഗം എത്തിക്കുകയും ഇവിടെ നിന്നും വിമാനമാർഗം മസ്കറ്റിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. നേരത്തെ 313 ഒമാൻ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചിരുന്നു. ബന്ദർ അബ്ബാസ് വഴി കടൽ മാർഗമാണ് ഇവരെ മടക്കിക്കൊണ്ടുവന്നതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിൽ ശേഷിക്കുന്ന പൗരന്മാരുടെ തിരിച്ചുവരവിനുള്ള ശ്രമങ്ങളും സജീവമായി തുടരുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. ഒമാന്റെ തീരപ്രദേശങ്ങളെ പൊടിക്കാറ്റ് ബാധിക്കുമെന്ന പ്രചാരണം നിഷേധിച്ച് നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ. ഇറാനിൽ നിന്നും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്ക് ഒരു പൊടിക്കാറ്റ് നീങ്ങുന്നുണ്ടെന്നും ഇത് തിരശ്ചീന ദൃശ്യപരത കുറയ്ക്കുമെന്നും പറഞ്ഞുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിശദീകരണം നൽകിയിട്ടുള്ളത്. കൃത്യമായ കാലാവസ്ഥാ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മേഖലയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും പ്രാദേശിക സ്ഥിരത സംരക്ഷിക്കുന്നതിനായി രാഷ്ട്രീയ സംഭാഷണത്തിലേക്ക് മടങ്ങണമെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ആവശ്യപ്പെട്ടു.